motion in a plane or 2D. In this video, we are going to study the formulas of motion in a plane. Delta R is the displacement vector, R1 initial position vector, R2 final position vector, V velocity vector, Vx എന്ന് പറയുന്നത് x component of velocity, Vy y component of velocity, A acceleration vector, Ax x component of acceleration vector, the Ay nato Ay y component of acceleration vector, R range of projectile, T time of flight ato time of flight, U initial velocity, T half of the projectile, M slope. So what is a projectile? A projectile is the name given to any body which since thrown its space with the some initial velocity moves thereafter under the effect of gravity along without being propelled by any engine or fuel. The path followed is called a trajectory. അതായത് എന്താണ് ശരിക്കും പ്രോജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഇങ്ങനെ എറിഞ്ഞു അത് ജസ്റ്റ് നമ്മളൊരു ഫോഴ്സ് ഇവിടുന്ന് കൊടുത്തിട്ട് അതിങ്ങനെ പോയി പിന്നെ അത് തിരിച്ച് വരുന്ന ഒരു പാത്ത് കണ്ടുണ്ടോ, ഇങ്ങനെ ഒരു പാത്ത്. ഈ പാത്ത് ട്രാജക്ടറി ആയിരിക്കും. മോഷൻ നമ്മൾ പ്രോജക്റ്റൈൽ മോഷൻ ആയിരിക്കും പറയാം. ഒരു ബോഡി ത്രോൺ ഇൻ എ സ്പേസിലോട്ട് നമ്മൾ എറിഞ്ഞു വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റയുണ്ട്, അപ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് പോകുന്നൊരു സ്പീഡ് ഉണ്ടാവില്ലേ, വേറെ അതിന് എന്താ പറയുക, വേറെ എക്സ്ട്രാ ഫോഴ്സസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനീഷ്യലി ഞാനൊരു വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് ആൻഡ് അണ്ടർ ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതിങ്ങനെ പോയി ഒരു പാരബോളിക് പാത്തായിരിക്കും ഉണ്ടാവുക. അതാണ് പ്രോജക്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ദർ ഇസ് നോ എയർ റെസിസ്റ്റൻസ് ഓൺ ദി പ്രോജക്റ്റൈൽ. ഇവിടെ എന്താണ്, എയർ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ദി എഫക്റ്റ് ഡ്യൂ ടു എർത്ത്സ് കർവേച്ചർ ഇസ് നെഗ്ലിജിബിൾ. എർത്തിൻ്റെ കർവേച്ചർ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. ദി എഫക്റ്റ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ഇസ് സീറോ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് കോൺസ്റ്റൻറ്റ് ഇൻ ഓൾ ദ പോയിന്റ് ഓഫ് മോഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ജി എന്നായിരിക്കും, ഇവിടെ ആണെങ്കിലും ജി തന്നെ ആയിരിക്കും. ജിയിലെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. ടൈം ഓഫ് ഫ്ലൈറ്റ്, ദ ടോട്ടൽ ടൈം വിച്ച് ദ പ്രോജക്റ്റൈൽ റിമെയിൻസ് ഇൻ ദ ഫ്ലൈറ്റ്. അതായത് ഇതിപ്പോൾ ഒരു പ്രോജക്റ്റൈൽ മോഷനാണ്. സോ ഇത് എടുക്കുന്ന ടൈമില്ലേ, ആ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എന്ന് പറയുന്നത്. ആറിലാണ് ഹൊറിസോണ്ടൽ റേഞ്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ പ്രോജക്റ്റൈൽ ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് ആർ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. സർഫസിന് പാരലൽ ആയിട്ടുള്ളതായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ വെക്ടർ മൈനസ് ഇനീഷ്യൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇത്. എന്താണ്, ചേഞ്ച് ഇൻ പൊസിഷൻ ആയിരിക്കും. അതാണ് ഇത്. ഓക്കെ. ഇനി വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വി എക്സ്. അതായത് പറഞ്ഞുതരാം. ഇത് ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ എക്സ് ആക്സിസുള്ളതും വൈ ആക്സിസിൻ്റെയും സമ്മായിരിക്കും എന്തുണ്ടാവുക, ഈ ഡെൽറ്റ ആർ. അതുപോലെ തന്നെ ആയിരിക്കും ഡെൽറ്റ വിയും. വി എന്ന് പറയുന്നത് ഇതിൻ്റെയും സമ്മായിരിക്കും ഈ വി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്താണ്, ഡെൽറ്റ ആർ അല്ലേ. ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ടൈം ആയിരിക്കും അവിടുത്തെ എന്തുണ്ടാവുക, വെലോസിറ്റി ഉണ്ടാവുക. അത് തന്നെ ആയിരിക്കും ഡി ആർ ബൈ ഡി ടി. അത് തന്നെ ആയിരിക്കും. ഇനി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, വെലോസിറ്റി ബൈ ടൈമാണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. അതിനെ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ, പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡ് വി ആന്ന് പറഞ്ഞിട്ടില്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡ് വി ആന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡ് വി എന്ന് പറഞ്ഞാൽ ഇതാണ് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആയിരിക്കും. അതായത് ഈ സൈഡിലുള്ളത് പ്ലസ് ഈ സൈഡിലുള്ളതിൻ്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിലുള്ളതിൻ്റെ സ്ക്വയർ ആയിരിക്കും മോഡ് വി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ ആയിരിക്കും. ഓക്കെ. എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വി എക്സ് ബൈ ഡി ടി ആയിരിക്കും. എ വൈ എന്ന് പറഞ്ഞാൽ ഡി വി വൈ ബൈ ഡി ടി ആയിരിക്കും. ഓക്കെ. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ മോഡ്യൂൾ, മോഷൻ ഇൻ എ പ്ലെയിൻ സ്ട്രെയിറ്റ് ലൈനിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ. അതേ ഇക്വേഷനാണ് ഇത്. വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി ആയിരിക്കും. ആർ മൈനസ് ആർ ഈക്വൽ ടു ഡെൽറ്റ ആർ ആയിരിക്കും. അതായത് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആർ ടു മൈനസ് ആർ വൺ അല്ലേ.
അത് തന്നെയാണ് ഈ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്ലസ് v0/2 ഇൻറ്റു ടി എന്ന് എഴുതിക്കൂടെ ഡെൽറ്റ ആറ്? കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റിയും പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ഇൻറ്റു ടി ആയിരിക്കും ഡെൽറ്റ ആറ്. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ എഴുതാം. v² മൈനസ് v0² ഈക്വൽ ടു 2ar. അതായത് നമ്മളെ മറ്റേ ഇക്വേഷൻ ഓർമ്മയില്ലേ, v² മൈനസ് u² ഇസ് ഈക്വൽ ടു 2s, v² മൈനസ് 2u² ഇസ് ഈക്വൽ ടു 2as എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അല്ലേ, അത് തന്നെയാണിത്. v² മൈനസ് v0² ഇസ് ഈക്വൽ ടു 2asന് പകരം ചേഞ്ച് ഇൻ ഇതായിരിക്കും. ഇനി ഇവിടെ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ടാൻ തീറ്റ ആയിരിക്കും. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന സ്ലോപ്പ് ഇതെന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആയിരിക്കും. y ആക്സിസ് ബൈ x ആക്സിസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി പ്രോജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് കുറച്ച് ഇക്വേഷൻസ് കൂടെ ഉണ്ട്. 6 ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് u² sin 2θ/g ആയിരിക്കും. r is equal to u² sin 2θ/g, r is equal to 2u sin θ u cos θ/g ആയിരിക്കും. ഇതാണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതും പഠിക്കണം. 2u sin θ u cos θ/g ആയിരിക്കും. പിന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? 2u sin θ/g. ഈ ഇക്വേഷനും ഫസ്റ്റത്തെ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. r is equal to u² sin 2θ/g യും t is equal to 2u sin θ/g യും. ഓക്കെ, ഇപ്പം തീറ്റ 0 ആണെങ്കിൽ എന്തായിരിക്കും? 2u/g ആയിരിക്കും. ടൈം എന്തായിരിക്കും? പ്രോജക്റ്റൈൽ ഹാഫാണ് എടുക്കുന്ന ടൈം t/2 എന്തായിരിക്കും? u sin θ/g ആയിരിക്കും. ആൻഡ് അവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് u² sin² θ/2g ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് u² sin² θ/, അവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് u² sin² θ/2g ആയിരിക്കും. h എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? u²/2g എന്ന് എഴുതാം ടൈം ഓഫ് ഫ്ലൈറ്റിന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. t is equal to 2√2h/g. t equal to 2√2h/g. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഇതും. y equal to x tan theta into 1 minus x/r എന്ന് എഴുതാം. x tan theta into 1 minus x/r. അല്ലെങ്കിൽ എന്തെഴുതാം? y is equal to x tan theta minus gx² / 2u² cos² theta. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരുമ്പം ഡയറക്റ്റായിട്ട് തന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ y is equal to x tan theta minus gx² 2u² cos² theta. ഇനി ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ് പറയാൻ പോകുന്നത്. t equal to x/u ആയിരിക്കും. അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h/g ആയിരിക്കും. വെലോസിറ്റി √v² പ്ലസ് vx² പ്ലസ് vy² ആയിരിക്കും. അല്ലെങ്കിൽ vy-നെ നമുക്ക് √2gh എന്നും അല്ലെങ്കിൽ gt എന്നും ഇതാക്കാം. vx ആണ്. vx √2gh ഉം vy gt ആയിരിക്കും. ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് v√2g/h എന്ന് എഴുതാം. ആൻഡ് ടാൻ ബീറ്റ എന്നാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ടാൻ ബീറ്റ എന്താണ്? vy/u അല്ലെങ്കിൽ gt/u ആയിരിക്കും. ഓക്കെ, ഇനി ഇതിലുള്ള കുറച്ച് ഗ്രാഫുകളാണ്. y/x ഗ്രാഫ് ഇതെന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇങ്ങനെ ആയിരിക്കും വരിക. ഇനീഷ്യൽ വെക്ടർ ഇത്, ഫൈനൽ വെക്ടർ ഇത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇതായിരിക്കും. ഇനി ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻ പ്രോജക്റ്റൈൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി പ്രോജക്റ്റൈൽ ടൈമിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് വിത്ത് ടൈം. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക പ്രോജക്റ്റൈൽ മോഷനിൽ. ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇങ്ങനെ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻക്രീസിങ് സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് പിന്നെ വേർട്ടിക്കൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വിത്ത് ടൈം ഇങ്ങനെയാണെങ്കിൽ വേർട്ടിക്കൽ വെലോസിറ്റി നേരെ താഴോട്ടായിരിക്കും വരിക. ഓക്കെ, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും വരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. സിമ്പിളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ളത് പ്രോജക്റ്റൈൽ മോഷൻസിൻ്റെ ഇക്വേഷൻ ആണ്. റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. y equal to x tan theta minus gx² 2u² cos² theta. ഈ ഇക്വേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ഓൾ. നല്ലോണം പഠിക്കാം.